രാമായണ വ്യാഖ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് ലങ്കാലക്ഷ്മിയുടെ മോക്ഷം എന്നുള്ള ഭാഗമാണ്. ഹനുമാൻ സ്വാമിക്ക് എവിടെയാണ് സീതാദേവി ഇരിക്കുന്നതെന്നും ദേവിയുടെ അവസ്ഥ എന്താണെന്നും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ലങ്കാലക്ഷ്മി അവിടെ നിന്ന് യാത്രയായി. ശിംശപാവൃക്ഷത്തിൻ്റെ താഴെ അതീവ ദുഃഖിതയായിട്ട് ക്രൂരമാരായിട്ടുള്ള രാക്ഷസിമാരുടെ നടുവിൽ അവരുടെ പരുഷവചനങ്ങളൊക്കെ സഹിച്ച് അവരുടെ കുത്തുവാക്കുകളൊക്കെ സഹിച്ച് ശ്രീരാമചന്ദ്രസ്വാമി തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരും, ഈ രാവണനെ വധിച്ച് ഭൂമിയുടെ ഭാരമൊക്കെ തീർത്ത് വീണ്ടും അയോധ്യയിലേക്ക് തന്നെ കൊണ്ടുപോകും എന്നുള്ള ധാരണയിൽ എന്നുള്ള വിശ്വാസത്തിൽ സദാ മനസ്സിൽ രാമനെ തന്നെ ധ്യാനിച്ച് രാമപാദങ്ങളെ തന്നെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവി. ഹനുമാൻ സ്വാമിയുടെ വരവോടെ രാവണനും സീതാദേവിക്കും ഒരേപോലെ ഇടതുഭാഗം വറച്ചു എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. കാരണം അത് രാവണന് നാശവും ദേവിക്ക് ഗുണകരവും ശ്രേയസ്കരവുമായിട്ടുള്ള കാര്യമായിട്ടാണ് പറയുന്നത്. ഹനുമാൻ സ്വാമിയുടെ വരവോടെയാണ് യഥാർത്ഥത്തിൽ രാവണൻ്റെ പതനം തുടങ്ങുന്നത്. അതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് ലങ്കാലക്ഷ്മി അവിടെ നിന്ന് വിട്ടുപോകുന്നു, ലങ്കാദഹനം ഇത്യാദിയുള്ള കാര്യങ്ങൾ. ആ കവിശ്രേഷ്ഠൻ എവിടെയാണ് തൻ്റെ സ്വാമിയുടെ പത്നി ഇരിക്കുന്നത് എന്ന് അന്വേഷിച്ച് ഓരോ സ്ഥലത്തും നോക്കി. ആ ലങ്കാപുരത്തിൻ്റെ ഓരോ മുക്കും മൂലയും ഓരോ കോണും അരിച്ചു പെറുക്കുകയാണ്. അങ്ങനെ എവിടെയും നോക്കിയിട്ട് ദേവിയെ കാണുന്നില്ല. അപ്പോഴദ്ദേഹം വിചാരിച്ചു, എൻ്റെ ദേവി മിക്കവാറും രാവണൻ്റെ കൊട്ടാരത്തിലായിരിക്കും. ഇവിടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശ്രേയസ്കരമായിട്ടുള്ള ഭവനം രാവണൻ്റെ കൊട്ടാരമാണ്, ചിലപ്പോൾ അവിടെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ രാവണൻ്റെ കൊട്ടാരത്തിൽ ചെന്നു. വളരെ മനോഹരമായിട്ടുള്ള കൊട്ടാരം. അതിൻ്റെ ഓരോ തൂണുകളും ഓരോ ചുമരും ഓരോ ഭാഗങ്ങളും കനകമയമാണ്, സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ്, ദിവ്യമായിട്ടുള്ള രത്നങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ പറയുന്നില്ല. ആ കൊട്ടാരത്തിൻ്റെ ആ പുരത്തിൻ്റെ ആ പുരിയുടെ ഭംഗി കണ്ടു കഴിഞ്ഞാൽ ദിക്പാലകന്മാരുടെ ഭവനങ്ങൾ നാണിച്ചു തലതാഴ്ത്തുന്നാണ് പറയുന്നത്. അത്രയ്ക്ക് മനോഹരം. അവിടെ നോക്കി ദേവിയെ കണ്ടില്ല, രക്ഷയില്ല. ഇനി എന്തു ചെയ്യും? ഓരോ ഗോപുരങ്ങളും നോക്കി, ഉത്തുംഗമായിട്ടുള്ള ഓരോ ഹർമ്മ്യങ്ങളും നോക്കി, അവിടെ ഒന്നും ദേവിയെ കാണുന്നില്ല. അപ്പോഴേ വിചാരിച്ചു, ബാക്കിയുള്ള സജീവന്മാരുടെ സേനാനായകന്മാരുടെ ഒക്കെ ഭവനങ്ങളൊന്നും നോക്കിയാലോ. ആ ഭവനങ്ങളും നോക്കി, അവിടെയും കണ്ടില്ല. അപ്പോഴാണ് മനസ്സിൽ ചിന്തിക്കുന്നത് ലങ്കാലക്ഷ്മി പറഞ്ഞ കാര്യം. ദേവി അശോകവനികയിൽ ശിംശപാവൃക്ഷത്തിൻ്റെ താഴെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ കനിവോടെ അദ്ദേഹത്തിൻ്റെ നാമത്തിൻ്റെ സ്മരണയോടെ ഹനുമാൻ സ്വാമി ആ ഉദ്യാനം നോക്കിയിട്ട് നടപ്പായി. ആ സമയത്ത് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് പിതാവായിട്ടുള്ള വായുദേവൻ നല്ലൊരു സുഗന്ധമായിട്ട് വന്ന് അദ്ദേഹത്തെ അശോകവനികയിലേക്ക് നയിക്കുന്നുണ്ട്. ആ ഉദ്യാനത്തിൽ ശിംശപാവൃക്ഷത്തിൻ്റെ താഴെ ദേവിയെ കാണുകയാണ്. മലിനമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അതീവ ദുഃഖിതയായിട്ട് സദാ കണ്ണുനീര് വാർത്തുകൊണ്ട് രാമരാമ എന്ന് മാത്രം ജപിച്ചുകൊണ്ട് ദേവി ഇരിക്കുന്ന കാണാം. അതീവ ദുഃഖിതയാണ് ദേവി. സദാ രാമനെ മാത്രം മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ പാതിവൃത്യത്തിൻ്റെ ബലം ദേവിയെ സംരക്ഷിക്കേണ്ടതാണ്. ഇത്രയും ക്രൂരമാരായിട്ടുള്ള ഇത്രയും ഭീകരമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ ഇരിക്കുമ്പോഴും ദേവി ഒരു നിമിഷം പോലും ധൈര്യം കൈവിടുന്നില്ല. രാവണൻ്റെ മുന്നിൽ പോലും അതീവ ധൈര്യത്തോടെ സംസാരിക്കണ ദേവിയെ നമുക്ക് കാണാം. അതാ ദേവിയുടെ പാതിവൃത്യത്തിൻ്റെ ശക്തിയാണ്. സദാ രാമനെ ചിന്തിക്കണ ദേവി. അതുകൊണ്ടാണ് ദേവി പറയുന്നത്, ശ്രീരാമചന്ദ്രൻ്റെ പാതാരവിന്ദങ്ങളല്ലാണ്ട് മറ്റൊന്നും ഞാൻ മനസ്സിൽ സ്മരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആ ദേവി അവിടെ ദുഃഖിതയായിട്ടിരിക്കുന്നത് കണ്ടു. ആ കാഴ്ച തന്നെ ഹനുമാൻ സ്വാമിക്ക് വലിയ ദുഃഖം ഉണ്ടാക്കി. ആ ജഗജ്ജനനി ഇത്ര ദുഃഖിച്ചിട്ട് ശോകമൂകമായിട്ടിരിക്കുന്ന കാഴ്ച നമ്മളെല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തുന്ന കാഴ്ചയാണ്. ആ ദേവിയെ കാണാനാണ് നാളെ ചർച്ച ചെയ്യാൻ പോകുന്ന ഭാഗത്ത് രാവണൻ വരുന്നതും ആ രാവണൻ്റെ ഇച്ഛാഭംഗമൊക്കെ നമ്മൾ കാണും. ഏതായാലും ആ ദേവിയെ മനസ്സിൽ സ്മരിക്കുക, രാമകാര്യാർത്ഥമായിട്ട് വന്നിട്ടുള്ള ഹനുമാൻ സ്വാമി മനസ്സിൽ സ്മരിക്കുക. നമുക്ക് ഈ അധ്യായം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കാം.